മാധ്യമ മേഖലയിൽ 40 വർഷം പിന്നിടുന്ന 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന ജനകീയ യാത്ര SKN40 ഇന്ന് അനന്തപുരിയിൽ തുടക്കമാവുകയാണ്. കവടിയാറിൽ നിന്ന് വൻപിച്ച റാലിയോടെയാകും പര്യടനത്തിന്റെ തുടക്കം. വൈകിട്ട് 6 മണിക്ക് ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുമടക്കം നിരവധി പേർ പങ്കെടുക്കും. ടാഗോർ തിയേറ്ററിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ തത്സമയ വിവരണമായി. ഉമേഷ്, സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഒരു മാധ്യമം ലഹരിക്കെതിരായ വിപത്തിൽ ഇടപെടൽ നടത്തുകയാണ്, അവബോധത്തിലേക്ക് കടക്കുകയാണ്. 6 മണിക്ക് പരിപാടികൾ തുടങ്ങും. അതിനു മുൻപ് തന്നെ റാലി ഉണ്ടാകും. എന്തൊക്കെയാണ് പരിപാടികൾ, എങ്ങനെയാണ് ഒരുക്കങ്ങൾ? അനുജ, SKN നയിക്കുന്ന ചരിത്രപരമായ യാത്രയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. കൃത്യം 6 മണിക്ക് ടാഗോർ തിയേറ്ററിൽ ഇതിൻ്റെ ഔദ്യോഗികമായ ഫ്ലാഗ് ഓഫ് നടക്കും. അതിന് മുന്നോടിയായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രചാരണ പരിപാടികൾ നടക്കും. അതിൻ്റെ ഒരു പ്രചാരണ വീഡിയോ, സഞ്ചരിക്കുന്ന വീഡിയോകളാണ് നമ്മൾ കാണുന്നത്. സമാനമായി തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിരുന്നു. വൈകിട്ട് 4 മണിക്കാണ് ഔദ്യോഗികമായ ഒരു പ്രചാരണ റാലി നമ്മൾ ആരംഭിക്കുന്നത്. അത് കവടിയാറിൽ നിന്നാണ്. കവടിയാറിൽ നിന്ന് ഈ പ്രചാരണ റാലി ടാഗോറിലേക്ക് എത്തും. ടാഗോറിലേക്ക് ഏകദേശം 5 മണിക്ക് റാലി ആരംഭിച്ച് ഇവിടെ എത്തും. 6 മണിയോടുകൂടി എത്തും. ഇവിടെ എത്തുമ്പോൾ തന്നെ ഈ പരിപാടികളുടെ ഔദ്യോഗികമായ തുടക്കം കുറിക്കും. ഇവിടെ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ ഇരകളാക്കപ്പെട്ട അമ്മമാരാണ്. അമ്മമാരിൽ നിന്ന് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. പ്രക്ഷേപണത്തിൻ്റെ 40 വർഷം പൂർത്തിയാക്കുന്ന SKN ചരിത്രപരമായ ആ ദൗത്യം സ്വയം ഏറ്റെടുത്ത് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നു. അക്രമത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ആ ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്ത് കേരളം മുഴുവൻ 30 ദിവസം കൊണ്ട് യാത്ര ചെയ്യുന്നു. ഈ പ്രചാരണം ഓരോ വ്യക്തികളിലേക്കും എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും സുപ്രധാനം. എന്തായാലും സമൂഹം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് അക്രമങ്ങളും ഈ മയക്കുമരുന്നും. അതിനെതിരെ SKN ആ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്നു. എന്തായാലും ടാഗോർ തിയേറ്ററിൽ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ്. അത് അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് 3:30-ക്കാണ് മുഖ്യമന്ത്രിയുമായുള്ള അഭിമുഖം. അത് നമ്മൾ ലൈവായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. SKN മുഖ്യമന്ത്രിയുമായി അഭിമുഖം നടത്തും. അത് ഏറ്റവും സുപ്രധാനമാണ്. മുഖ്യമന്ത്രി ഒരുപക്ഷെ നമ്മൾ പരിപാടി വൈകിട്ട് 6 മണിക്കാണ് ആരംഭിക്കുന്നതെങ്കിലും മുഖ്യമന്ത്രിയുമായുള്ള അഭിമുഖത്തോടു കൂടി തന്നെ അനൗദ്യോഗികമായ പരിപാടിയുടെ തുടക്കങ്ങൾ ആരംഭിക്കുകയാണ്. ഈ റാലിയിൽ വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകൾ നമുക്കൊപ്പം പങ്കുചേരുന്നു എന്നുള്ളതും മറ്റൊരു സുപ്രധാനമാണ്. പ്രത്യേകിച്ച് കായിക മേഖലയിലെ നിരവധി വിദ്യാർത്ഥികൾ, ഈ നാളെ നയിക്കേണ്ട വിദ്യാർത്ഥികൾ, ഒപ്പം റൈഡേഴ്സ്, ബൈക്ക് റൈഡേഴ്സ്, ഒപ്പം ജീപ്പ് റൈഡേഴ്സ് തുടങ്ങി നിരവധി മേഖലയിലുള്ളവർ നമ്മോടൊപ്പം ഈ റാലിയിൽ പങ്കാളികളാവുകയും ചെയ്യും. അതിനുശേഷം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ്. 100-ലധികം അമ്മമാർ, ഇരകളാക്കപ്പെട്ട 100-ലധികം അമ്മമാർ ഈ പരിപാടിയിൽ പ്രധാന അതിഥികളായി എത്തുന്നു. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഈ സാമൂഹിക വിപത്തിൻ്റെ ഇരകളാകുന്നത് സ്ത്രീകളാണ്. മയക്കുമരുന്നാകട്ടെ, അക്രമമാകട്ടെ ഒരു കുടുംബത്തിൽ ഉണ്ടാവുന്നെങ്കിൽ അതിൻ്റെ ഭാരം മുഴുവൻ, അല്ലെങ്കിൽ അതിൻ്റെ ഈ ബുദ്ധിമുട്ട് മുഴുവൻ നേരിടേണ്ടത് യഥാർത്ഥ ഇരകൾ സ്ത്രീകളാണ്. അത് അനുഭവിച്ച് ഇപ്പോഴും സമൂഹത്തിൽ ജീവിക്കുന്ന ഈ 100-ലധികം വരുന്ന അമ്മമാർ SKN യാത്രയ്ക്ക് ആശംസകൾ അറിയിച്ച് അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് ഇവിടെ നിന്ന് ടാഗോർ തിയേറ്ററിൽ നിന്ന് നമ്മൾ ആ യാത്രകൾ ആരംഭിക്കും. എന്തായാലും ഇന്ന് അതിനുശേഷം 8 മണിയോടുകൂടി സിത്താരയുടെയും ടീമും നയിക്കുന്ന മ്യൂസിക് ബാൻഡും ഇവിടെ തുടങ്ങുന്നുണ്ട്. അതിനുശേഷം നാളെയാണ് യാത്ര ആരംഭിക്കുന്നത്. നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്താണ്. അതിനുശേഷം കൊല്ലത്തേക്കും പോകും. എന്തായാലും ക്രമീകരണങ്ങൾ, ഈ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, ശബ്ദവിന്യാസവും ലൈറ്റ് ക്രമീകരണങ്ങളും എല്ലാമാണ് ഇവിടെ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവയെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ അവസാനഘട്ട പരിശോധനയാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചിരുന്നു. എന്തായാലും ആ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ തിരുവനന്തപുരം അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞു. അതിന് മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇപ്പോൾ ഈ അവസാനവട്ട തയ്യാറെടുപ്പുകൾ, ലൈവായി പ്രേക്ഷകരിൽ എത്തിക്കാനുള്ള പ്രക്ഷേപണത്തിനുള്ള ക്രമീകരണങ്ങൾ, ഒപ്പം ലൈറ്റിംഗ് ക്രമീകരണങ്ങൾ, ഇവയെല്ലാമാണ് ഇപ്പോൾ ഈ ടാഗോർ തിയേറ്ററിൽ അവസാനവട്ട ചെക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനുജ, ലഹരിക്കും അക്രമത്തിനുമെതിരായ 24-ന്റെ ജനകീയ ക്യാമ്പയിൻ ഇന്ന് വൈകിട്ട് ആരംഭിക്കുകയാണ്. അരുത് അക്രമം, അരുത് ലഹരി എന്നുള്ളതാണ് അതിന്റെ മുദ്രാവാക്യം. മാധ്യമ മേഖലയിൽ 40 വർഷം പിന്നിടുന്ന 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരാണ് യാത്ര നയിക്കുന്നത്. SKN40 എന്നതാണ് ഈ ജനകീയ യാത്രയുടെ പേര്. കവടിയാറിൽ നിന്ന് വൻപിച്ച റാലിയോടെ പര്യടനത്തിന് തുടക്കമാകും. കൃത്യം 6 മണിക്ക് ടാഗോർ തിയേറ്ററിൽ ഉദ്ഘാടന ചടങ്ങ് നടക്കും. മന്ത്രിമാരും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും അടക്കം ഒട്ടേറെ പേർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് വൈകിട്ട് 3:30 മുഖ്യമന്ത്രിയുമായി SKN നടത്തുന്ന അഭിമുഖമുണ്ടാകും. അത് തത്സമയം 24-ൽ സംപ്രേഷണം ചെയ്യും.